നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് എൻ്റെ വീഡിയോ. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുവാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. എന്തൊരു നാണംകെട്ട തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. എന്താണ് ഇതുവരെയും തലയ്ക്ക് വെളി വരാത്തത് ഈ UDFക്കാർക്ക് എന്ന് തീർച്ചയായും സാധാരണ ജനം ആലോചിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുധാകരനെ പോലെ LDF നിന്ന് CPIയിൽ നിന്ന് അവിടെ നിന്ന് നേടാവുന്നതൊക്കെ നേടിയതിനു ശേഷം പുറത്തു വരുന്ന ആളുകളെ ചുമക്കാൻ CPM വേണ്ടാതെ കളയുന്ന സാധനങ്ങളെ ചുമക്കാൻ എന്തിനാണ് UDF ശ്രമിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. UDFിന് അനുകൂലമായ ഒരു തരംഗമാണ് കേരളമാകെ എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെ ഇത്തരം ചവറുകളെ ചുമക്കാൻ UDF എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പാർട്ടിക്കായി അഹോരാത്രം പണി ചെയ്ത ആയിരങ്ങൾ പാർട്ടിക്കകത്തുള്ളപ്പോൾ ഇത്തരക്കാരെ ചുമക്കാനുള്ള യാതൊരു കാര്യവും പാർട്ടിക്കില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നതേയില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് UDFക്കാർക്കുള്ള അയോഗ്യത, കോൺഗ്രസ്സുകാർക്കുള്ള അയോഗ്യത? അവർ ഇവിടെ മത്സരിക്കാൻ യോഗ്യതയില്ലേ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴും 70 വയസ്സിന് മുകളിലുള്ളവരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറാൻ ആഗ്രഹിക്കുകയാണോ? യുവാക്കൾക്ക് സീറ്റ് കൊടുക്കില്ല. അതേപോലെ തന്നെ പ്രായമായവരെ അന്വേഷിച്ച് നടക്കുകയാണ് UDF. CPMന് വേണ്ടാതെ ചവറുകുട്ടിയിലേക്ക് എറിഞ്ഞവരെ വീണ്ടും സ്ഥാനാർത്ഥിയായി എഴുന്നള്ളിക്കുവാൻ എന്തിനാണ് ഇവർ തീരുമാനിക്കുന്നത്? തീർച്ചയായും കോൺഗ്രസിൻ്റെ ഈ അനുകൂല സാഹചര്യത്തെ ഇവിടുത്തെ നേതാക്കൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാറുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ആ MP മാരായിരുന്നവർക്കൊക്കെ കൂടെ സീറ്റ് കൊടുക്കണം. കഴിവതും 70 വയസ്സിന് മുകളിലുള്ള ആളുകളെ മാത്രമേ മത്സരിപ്പിക്കാവൂ. ഇതൊക്കെയാണ് ഇവിടെ UDF ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സതീശനും മറ്റുമാണ് ഇതിൻ്റെ പിന്നിലെന്നോ അറിയില്ല. എന്തിന് സതീശന് വെല്ലുവിളി ഉയർത്താത്ത ആളുകളെ മത്സരിപ്പിക്കാനാണോ ഈ വയസ്സായ ആളുകളെ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് യുവജനങ്ങൾക്ക്, എത്രയോ യുവാക്കൾക്ക്, KSUക്കാർക്ക്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, മഹിളാ കോൺഗ്രസ്സുകാർക്ക്, അതുപോലെ തന്നെ പുതിയതായി വന്നിട്ടുള്ള ശക്തമായിട്ടുള്ള ആളുകൾക്ക് അവർ സീറ്റ് കൊടുക്കാതെ ഇത്തരക്കാരെ തേടി നടക്കുന്നു എന്ന് മനസ്സിലാകുന്നതേയില്ല. സുധാകരൻ പുറത്തു വന്നിട്ട് അനുകൂലിച്ചൊരു പോസ്റ്റർ ഒട്ടിക്കാനോ ഒരു മുദ്രാവാക്യം വിളിക്കാനോ പോലും അവിടെ ഒരാളെയും കണ്ടില്ല. പലയിടത്തും CPM പുറത്താക്കുന്ന ആളുകളുടെയൊക്കെ ഗതി അതാണ്. ഒരാൾ പോലും കൂടെയില്ലാത്ത P. ശശി പുറത്തായപ്പോൾ പോലും കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ സുധാകരനെ അനുകൂലിക്കാൻ സുധാകരൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പോലും ഒരാൾ, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഇല്ലാതിരിക്കുന്ന ഒരു സുധാകരനെ എന്തിനാണ് കോൺഗ്രസ് ചുമക്കുന്നത്? അതുപോലെ തന്നെ സുധാകരൻ അവസാനമായി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടുത്തെ UDFകാരും സതീശനുമൊക്കെ അത് തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു BJP പറഞ്ഞതുപോലെ UDFും LDFും ഒന്ന് തന്നെയാണോ? അവരും രണ്ടു കൂട്ടരും കൂടെ ചേർന്നാണോ പിണറായിയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ സുധാകരൻ പറഞ്ഞത് വളരെ ശരിയാണ്. സുധാകരൻ്റെ ആഗ്രഹം വീണ്ടും പിണറായിയെ മുഖ്യമന്ത്രിയാക്കാനാണ്. UDFിനും ആഗ്രഹം അത് തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ നടപടികളിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. യോഗ്യതയുള്ള ആളുകളെയൊക്കെ ഇല്ലാതാക്കി തഴഞ്ഞിട്ട് യാതൊരു യോഗ്യതയുമില്ലാതെ ഇന്നലെ വരെ CPMലും മറ്റ് പാർട്ടികളിൽ നിന്നവരെ ഇപ്പോൾ വന്നവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണ്. എന്നാൽ അങ്ങനെ വന്നതിൽ തന്നെ അർഹതായിട്ടുള്ള പല ആളുകളുമുണ്ട്. അവരെയൊക്കെ അവർ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടെന്നാണെന്ന് അറിയില്ല. കഴിവുള്ള ആളുകളുണ്ട്, അവരെ ഒഴിവാക്കി സുധാകരനെ പോലെയുള്ള ആളുകളെ, വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞ ആളുകളെ എന്തിനാണ് UDF വീണ്ടും സീറ്റ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നതേയില്ല. ഒരു നിർണായക ഘട്ടത്തിൽ UDFിലേക്ക് വന്ന് UDFിനെ സഹായിച്ച സന്ദീപ് വാര്യരെ പോലെയുള്ളവരെയൊക്കെ കോൺഗ്രസ് കാണുന്നില്ല, അവരെയൊക്കെ ഒഴിവാക്കുന്നു. പകരം ഇതുപോലുള്ള കടൽക്കിളവന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കിളവന്മാരുടെ പാർട്ടി എന്ന് മൊത്തത്തിൽ പേരുകെട്ട കോൺഗ്രസ് വീണ്ടും കിളവന്മാരുടെ പാർട്ടിയായി മാറാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാവുന്നത്.